നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി അഷ്കറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. പ്രതി കുഞ്ഞിനെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് അഷ്കറിന്റെ സഹോദരി. കൈ ഒടിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും പ്രതി അഷ്കറിന്റെ സഹോദരിയും അമ്മയും പറയുന്നു. കൊല്ലപ്പെട്ട പിഞ്ചു കുഞ്ഞിനെ അഷ്കർ നിരന്തരം ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞിട്ട് പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇയാൾ തയ്യാറായില്ലെന്നും ഇവർ വെളിപ്പെടുത്തി. കൈ ഒടിഞ്ഞ് ഒരാഴ്ചയോളം കുഞ്ഞ് കഠിനവേദന തിന്നു കഴിഞ്ഞ ശേഷമാണ് ഇവരെല്ലാം ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചതെന്നും സഹോദരി തുറന്നു പറഞ്ഞു. 1.5 വയസ്സുകാരൻ അർഷിദ് അമ്മയിൽ നിന്നും അമ്മയുടെ പങ്കാളിയിൽ നിന്നും മാസങ്ങളോളം നരകയാതനയാണ് അനുഭവിച്ചിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ 98 മുറിവുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത്രമേൽ അതിക്രൂരമായ മർദ്ദനമാണ് ആ പിഞ്ചുകുഞ്ഞ് നേരിട്ടത്. മർദ്ദനത്തെ തുടർന്നുണ്ടായ ആഴത്തിലുള്ള ക്ഷതവും തലച്ചോറിലുണ്ടായ ആന്തരിക രക്തസ്രാവവുമാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമായതെന്നാണ് ഡോക്ടർമാർ പോലീസിന് നൽകിയിരിക്കുന്ന പ്രാഥമികമായ വിവരം. അഷ്കറിനും കുഞ്ഞിന്റെ അമ്മ അഖിലയ്ക്കും ഒരുമിച്ച് ജീവിക്കാൻ ഈ 1.5 വയസ്സുകാരൻ ഒരു തടസ്സമായി മാറിയതോടെയാണ് ഇരുവരും ചേർന്ന കുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങിയത്. അഷ്കർ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിക്കുകയും ഭിത്തിയിലെടുത്ത് അടിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ചോരയായ കുഞ്ഞിനെ രക്ഷിക്കാൻ അമ്മ അഖില ഒന്ന് ശ്രമിക്കുക പോലും ചെയ്തില്ല. മാത്രമല്ല, ഇവർ ഈ വിവരം പോലീസിനെ അറിയിക്കാതെ ഒളിച്ചു വയ്ക്കുകയും ചെയ്തു. കുഞ്ഞിന്റെ 2 കൈകളും ഒടിഞ്ഞ നിലയിൽ മരിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അന്ന് ചോദിച്ചവരോടെല്ലാം കുഞ്ഞ് പടിയിൽ നിന്നും വീണതാണെന്ന കള്ളക്കഥയാണ് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ ക്രൂരമായ മർദ്ദനത്തിനിടയിലാണ് കുഞ്ഞിന്റെ കൈകൾ തല്ലിയൊടിച്ചതെന്ന് പോലീസിന്റെ നിഗമനം. നിലവിൽ കേസ് നെടുമങ്ങാട് ഡിവൈഎസ്പി ബൈജുകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. പ്രതിയായ അഷ്കറിന് മേൽ കൊലക്കുറ്റത്തിന് പുറമെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കടുത്ത വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അമ്മ അഖിലയ്ക്കെതിരെ കൊലപാതക പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. ഇതിനിടയിൽ പ്രതി അഷ്കറിന്റെ ഭീകരമായ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. തന്റെ ആദ്യ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് കോമ അവസ്ഥയിലാക്കിയെന്ന ഗുരുതരമായ പരാതിയും ഇയാൾക്കെതിരെയുണ്ട്. കൂടാതെ അഷ്കറിന്റെ ആദ്യ ഭാര്യയുടെ സഹോദരൻ ദുരൂഹ സാഹചര്യത്തിൽ മുങ്ങിമരിച്ച സംഭവത്തിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് ഇപ്പോൾ പ്രത്യേകമായി അന്വേഷിക്കുന്നുണ്ട്. അതേസമയം അഷ്കറുമായി നേരത്തെ കല്യാണമുറപ്പിച്ച ഒരു യുവതിയും മരിച്ചിരുന്നു. ഇതിന് പിന്നിലും അഷ്കറാണോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമുണ്ട്. ഇതിനാൽ തന്നെ അഷ്കറിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. തെളിവെടുപ്പിനായി അഷ്കറിനെ വീട്ടിലെത്തിച്ചപ്പോൾ നാട്ടുകാരെല്ലാം കയ്യേറ്റം ചെയ്ത അവസ്ഥയിൽ തന്നെയായിരുന്നു. എന്തായാലും ഈ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ചാണ് അഷ്കർ കൊലപ്പെടുത്തിയിരിക്കുന്നത്.